നമസ്കാരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കും പ്രതിഷേധക്കാർക്കും നേരെ സുരക്ഷാ ഏജൻസികൾ പ്രയോഗിച്ചത് അതിമാരകമായ ലോഹ പെല്ലറ്റുകളെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ലോഹഭാഗങ്ങളടങ്ങിയ പെല്ലറ്റുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന സുരക്ഷാ ഏജൻസികളുടെയും പോലീസിന്റെയും വാദങ്ങളെ പൂർണ്ണമായും പൊളിച്ചെടുക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പ്രതിഷേധക്കാരന്റെ ശരീരത്തിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ നിരവധി കൂർത്ത ലോഹക്കഷ്ണങ്ങൾ നീക്കം ചെയ്തതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഡൽഹി ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ് തയ്യാറാക്കിയ മെഡിക്കോ ലീഗൽ കേസ് റിപ്പോർട്ടിലാണ് സുരക്ഷാ ഏജൻസികളുടെ ക്രൂരത വ്യക്തമാക്കുന്ന നിർണായക വിവരങ്ങളുള്ളത്. സമരത്തിൽ പങ്കെടുത്ത പെല്ലറ്റ് പ്രയോഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെയ്ഖ് ഇർഷാദ് മൻസൂരി എന്നയാളുടെ ശരീരത്തിൽ നിന്നാണ് ശസ്ത്രക്രിയയിലൂടെ ലോഹക്കഷ്ണങ്ങൾ നീക്കം ചെയ്തത്. ഇയാളുടെ തല, കഴുത്ത്, കവിളിലിന്റെ ഉള്ളിലെ ഭാഗങ്ങൾ, ചുണ്ടിന്റെ ആന്തരിക ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് 2 മില്ലിമീറ്റർ വലിപ്പമുള്ള ലോഹച്ചീളുകൾ ഡോക്ടർമാർ പുറത്തെടുത്തത്. ഒരു വശം പരന്നതും മറ്റു ഭാഗങ്ങൾ മാരകമായി കൂർത്തതുമായ ലോഹഭാഗങ്ങൾ 8 മുതൽ 10 മില്ലിമീറ്റർ വരെ ആഴത്തിലാണ് ഇയാളുടെ ശരീരത്തിലേക്ക് തറച്ചു കയറിയത്. ജൂലൈ 20 നടന്ന പ്രതിഷേധത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് 2 റൗണ്ട് മാരകമായ പെല്ലറ്റ് പ്രയോഗം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകമായ ലോഹ പെല്ലറ്റുകൾ പ്രയോഗിച്ച സംഭവം വൻ വിവാദമായിട്ടും തങ്ങളുടെ സേനാംഗങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കത്തിലാണ് CRPF. പെല്ലറ്റ് പ്രയോഗിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്താൽ പോലും തുടർന്നുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് CRPF അനുമതി നൽകില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ജൂലൈ 20 നടന്ന നടപടികൾ സേനയുടെ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമുള്ളതാണെന്നാണ് CRPFന്റെ അന്തിമ വിലയിരുത്തൽ. കേസെടുത്താൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കാൻ ഇതേ കാരണം ചൂണ്ടിക്കാണിക്കും. യാതൊരു ഭയവുമില്ലാതെ ചുമതലകൾ നിർവഹിക്കാനും നിയമപരമായി പ്രവർത്തിച്ച മുഴുവൻ സേനാംഗങ്ങളെയും കേന്ദ്രസേന പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും CRPF DGP സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനകീയ പ്രതിഷേധങ്ങളെ നേരിടാൻ ഇത്തരം മാരകമായ ആയുധങ്ങളും പെല്ലറ്റുകളും ഉപയോഗിച്ചതിനെതിരെ ദേശീയതലത്തിൽ വലിയ മനുഷ്യാവകാശ പ്രതിഷേധങ്ങൾക്ക് ഇതെന്തായാലും വഴിവെച്ചിരിക്കുകയാണ്. സാധാരണ തോക്ക് പോലെ വെടിയുണ്ട പായിക്കുന്നതല്ല പെല്ലറ്റ് ഗണ്ണുകൾ. അതായത് വെടിയുണ്ടയ്ക്ക് പകരം ചെറിയ ലോഹ ഉരുളകളാണ്, പെല്ലറ്റുകളാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് പായുക. ഇതിൻ്റെ ഒരു കാർട്രിഡ്ജിൽ 450 മുതൽ 600 വരെ ലോഹ പെല്ലറ്റുകൾ ഉണ്ടാകും. കട്ടിയുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ EMO, പ്ലാസ്റ്റിക് പൊതിഞ്ഞ ലോഹ ഉണ്ടയോ ഒക്കെ ആകാം പെല്ലറ്റുകൾ. വെടിയുതിർക്കുമ്പോൾ ഇവ ചിതറിപ്പാഞ്ഞ ലക്ഷ്യത്തിൽ തറയ്ക്കും. ആൾക്കൂട്ടത്തെ ലക്ഷ്യമിട്ടാണ് ഇതിൻ്റെ രൂപകൽപ്പന. വെടിമരുന്നിന് പകരം വായുവിൻ്റെ മർദ്ദമോ വാതകമോ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ സുരക്ഷാ സേനകൾ ഉപയോഗിക്കുന്നത് 12 ബോർ പമ്പ് ആക്ഷൻ ഷോട്ട് ഗൺ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പെല്ലറ്റ് ആക്രമണം നടന്നിരിക്കുന്നു. അതിഗുരുതരമായ പെല്ലറ്റ് ആക്രമണമാണ്. പ്രതിഷേധക്കാരെ ഇത്തരത്തിൽ തന്നെയാണോ മാറ്റി നിർത്തേണ്ടത്, അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതെന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. വിദ്യാർത്ഥികളാണ്, അവരുടെ ജീവൻ പണയം വെച്ചാണ് അവർ പ്രതിഷേധിച്ചത് എന്ന കാര്യത്തിൽ ഇനി സംശയിക്കേണ്ടതില്ല.